just standing there like fools. And our tariff has gone up from 3% to 18% and theirs has come down from 16 to 0. No Prime Minister has ever done this before. And let me tell you, no Prime Minister after you is ever going to do it. So we are facing a storm. You accept that we are facing a storm. You know why he sold India? Because they are choking him. Mr. Rahul, address to the chair, please. He has sold India because they are choking him. They've got a grip on his neck. മോദിക്കും ബി ജെ പിക്കും രാഹുകാലം നാട്ടോ. രാഹുകാലം അക്കൂട്ടത്തിൽ നിന്ന് രാഹുൽ കാലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രാഹുലിൻ്റെ കാലമാണ് ഇപ്പം. അതായത് മോദിയും ബി ജെ പിയും തറയാവുന്നതിൻ്റെ മാക്സിമം തറയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പാതാളത്തിലോട്ടാണ്. ആ അവസ്ഥയിലാണ് മോദി ബി ജെ പി നിൽക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പാർലമെന്റിൽ കാണുന്നുണ്ട്. രാഹുൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും ഇട്ടുടുപ്പുകളിലൊക്കെ ട്രൗസറിൽ മൂത്രമൊഴിക്കുന്ന ഒരു കൂട്ടം കോമാളികളാണ് നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ഈ പാർലമെന്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്താ പറയുക, ഒരു സിംഹത്തിന്റെ പിന്നാലെ കുറെ കഴുതപ്പുലികൾ ഓടുമല്ലോ, ആക്രമിക്കണം എന്ന് വിചാരിച്ചിട്ട് അവസാനം കഴുതപ്പുലികൾ അടിച്ചിടുന്ന ഒരു അവസ്ഥ. അതാണ് ഇന്ന് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഈ കഴുതപ്പുലികൾ അല്ലെങ്കിൽ ഈ ചെന്നായ്ക്കൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പേടിത്തൂറികൾ രാഹുലിനെതിരെ അറ്റാക്ക് ചെയ്ത് രാഹുൽ ഒരാളെ എഴുന്നേൽക്കുമ്പോൾ സകല ഭരണപക്ഷത്തുള്ള കഴുതകളും എഴുന്നേറ്റ് നിന്നിട്ട് ആക്രമിക്കുന്ന ഒരു വേഷം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ സ്പീക്കർക്ക് നേരെ അവിശ്വാസ പ്രമേയം വന്നു. അത് പേടിച്ചിട്ടൊക്കെ തന്നെ ഇന്ന് രാഹുലിനെ സംസാരിക്കാൻ അനുവദിച്ചു. 45 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 45 മിനിറ്റ് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ അത് മോദിയുടെ രാഹുകാലം തന്നെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഹുകാലം തന്നെ ആയിരുന്നു. Sir, 3 million files are still locked up. उसका इस विषय से कोई संबंध नहीं. I will not allow you. വെറും ഒരു നരവേനയുടെ ബുക്കിലല്ലായിരുന്നു രാഹുലിൻ്റെ സംസാരം. അമേരിക്കൻ ട്രേഡ്, എസ്റ്റീം ഫയൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ അവസ്ഥ ഒക്കെ എടുത്തിട്ടിട്ടുള്ള വലിയൊരു സംസാരം തന്നെ ആയിരുന്നു. ഇന്ത്യ ട്രംപിന് വിറ്റ് കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കക്ക് വിറ്റ് കഴിഞ്ഞ നാണമില്ലേ നിങ്ങൾക്ക് മോദി? അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മോദി ഇന്ത്യയെ ട്രംപിന് വിറ്റ് കഴിഞ്ഞു. Sir, ashamed is not an abuse. There's nothing. In saying are you not ashamed, there is no abuse. No, ashamed you can use. I am just stating. Whatever you have, okay, sir, let me speak. Forgotten, I think so. I am saying, Speaker sir, I am saying that you have sold India. Are you not ashamed of selling India? Yes. Do you have no shame of selling India? You have sold our mother, Bharat Mata. Do you have no shame? But sir, the interesting thing is, the interesting thing is that I know that the Prime Minister would not sell India under normal circumstances. He will not do it. You know why he sold India? Because they are choking him. Mr. Rahul, address to the chair, please. He has sold India because they are choking him. They've got a grip on his neck. Speaker sir, मैंने बोला जब चोक लगाते हैं दूसरे व्यक्ति की आंख में देखते हो तो डर दिखता है. सर, पीएम की आंख में डर दिखता है. ഡോണ്ട് യു അഷെയിം എന്നാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ളൊരു ഭരണ സംവിധാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായില്ല. ഇത്തരത്തിൽ ഒരു മറ്റൊരു രാജ്യത്തിന്റെ ഷൂ നക്കി അവർ പറയുന്നത് പോലെ നമ്മൾ എന്ത് വാങ്ങിക്കണം, നമ്മൾ ഏത് വാങ്ങിക്കണം, നമ്മൾ എണ്ണ ഇവിടുന്ന് വാങ്ങിക്കണം, നമ്മൾ ഇവിടെ എന്തൊക്കെ ഇറക്കുമതി ചെയ്യണം, നമ്മൾ എന്തൊക്കെ കയറ്റുമതി ചെയ്യണം എന്നെല്ലാം അമേരിക്കയുടെ വാക്ക് കേട്ട്, ട്രംപിന്റെ വാക്ക് കേട്ടിട്ട് ആസനം നക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിലെ സകല എട്ടാവളിയന്മാരുടെയും പറ്റിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ സംസാരം. നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് കേട്ടിങ്ങനെ പോവാം. രാഹുൽ ഗാന്ധി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന് രാഹുൽ ഗാന്ധി രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള വിഭാഗങ്ങളായിട്ടുള്ള ഡാറ്റ, അതായത് 140 കോടി വരുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ ഡാറ്റയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു സ്വത്ത് എന്ന് വേണേൽ നമുക്ക് പറയാമെന്ന് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വത്ത് അത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഈ ഒരു ജനസംഖ്യയാണ് നമ്മുടെ സ്വത്ത്. ആ ഒരു ജനങ്ങളുടെ ഡാറ്റയാണ് നമ്മുടെ സ്വത്ത്. ആ ഡാറ്റ വരെ നമ്മൾ അമേരിക്കയ്ക്ക് മുമ്പിൽ അടിയറവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ സൗജന്യമായി അമേരിക്കയ്ക്ക് ഇന്ത്യയിലെ ആളുകളുടെ ഡാറ്റ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിനുള്ള പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി US ട്രേഡ് ഡീലുമായിട്ട്
മുന്നോട്ട് വെച്ച സമയത്ത് നമ്മൾ കണ്ടത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. The thing that is going to transform India in the 21st century, the thing that is going to make us a superpower in the 21st century, this is what the Modi government has done with our data. Number one, we give up control over our digital trade rules. Number two, there is no need for data localization. Number three, free data flow to the United States. Number four, limit on digital tax. Number five, no need to disclose any source code. The finance minister is smiling. She likes to smile. She likes to smile a lot. 20-year free tax holiday to anybody who wants it. To the big tax companies. This is what you've done on data. ഇന്ത്യ സഖ്യമാണ് അധികാരത്തിലെങ്കിൽ തുല്യനിലയിൽ ചർച്ച നടത്തുമെന്നും ഡാറ്റ ലോക്കലൈസേഷൻ പോലുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി സംസാരിച്ചതിൽ വ്യക്തമാണ്. അതായത് ഇതേ സമയത്ത് ഇന്ത്യ ബ്ലോക്ക് ആയിരുന്നു ഒരു രാജ്യം ഭരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. അതായത് ഡാറ്റ വിട്ടുകൊടുക്കാണ്ട് തുല്യ നിലയിലുള്ള ചർച്ച നടത്തുമെന്ന് അമേരിക്കയുമായിട്ട് ട്രംപുമായിട്ട് തുല്യ നിലയിലുള്ള ചർച്ച. അതല്ലാണ്ട് നമ്മളിങ്ങനെ ഒടിഞ്ഞു കുത്തി മോദി കുത്തി നിൽക്കുന്ന പോലെ വളഞ്ഞു കുത്തിയിട്ട് അമ്പ്രം പറഞ്ഞത് കേട്ടോളാം എന്ന് പറഞ്ഞ അവസ്ഥയല്ല നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. നേർക്കുനേരെ മുഖത്തോട് മുഖം നോക്കി, പണ്ട് ഇന്ദിര എന്ത് ചെയ്തോ അതുപോലെ മുഖത്തോട് മുഖം നോക്കി അമേരിക്കയോട് സംസാരിച്ചിട്ട് ഒരു ഡാറ്റ അലോക്കേഷൻ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചാനലിൽ, അതിൽ ജനറലൈസേഷൻ ഇല്ലാണ്ട് പ്രോപ്പറായിട്ടുള്ള ചാനലിൽ ഒരു തരത്തിൽ വിട്ടുവീഴ്ച ഇല്ലാണ്ട് നമ്മൾ ചെയ്തിരിക്കുമെന്നായിരുന്നു രാഹുലിൻ്റെ മറ്റൊരു വാദം ഇന്ന്. If the India alliance was negotiating with President Trump, I will tell you what we would say. The first thing we would say is, President Trump, the most important thing in this equation is Indian data. You want to protect your dollar? You want to protect your dollar? We are your friends. We appreciate you. We want to help you protect your dollar. But please remember that if you want to protect your dollar, the biggest asset that can protect your dollar is lying with the Indian people. First thing. Second thing we would say, President Trump, if you want access to this data, then please understand that you are going to talk to us as an equal. You are not going to talk to us as if we are your servants. അതുപോലെ തന്നെ തുണിത്തര വ്യവസായത്തിനെ ബാധിക്കുന്ന അവസ്ഥ. ഈ കരാർ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖലയെ തകർക്കും എന്ന് രാഹുൽ ഗാന്ധി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും. ഇന്ത്യയുടെ ചരിത്രത്തിൽ അതായത് 3% ഉണ്ടായിരുന്ന താരിഫ് 18% മോദി അതിന് മാലയും ഇട്ട് അല്ലെങ്കിൽ ഷോളും ഇട്ട് നെളിഞ്ഞു നിൽക്കുന്ന 2 ഇഞ്ചിന്റെ കൂട്ടം, അതായത് അത്തരത്തിലുള്ള ഒരു എന്താ പറയുക കോമാളി കൂട്ടമാണ് മോദി എന്നുള്ളതും. അതുപോലെ തന്നെ അതേ സ്ഥാനത്ത് ബംഗ്ലാദേശിന് 19%, അതുപോലെ തന്നെ 0%, 25% 0% ബംഗ്ലാദേശിന് താരിഫ് അടിച്ചു കൊടുത്തു. ഇന്ത്യക്ക് അത് 18% എന്നിട്ട് അതിന് മേന്മ പറഞ്ഞ് നടക്കുന്ന സംഘികളുടെ ദുരവസ്ഥനെ പറ്റിയും രാഹുൽ ഇന്ന് വ്യക്തമായിട്ട് ഈ ഒരു പാർലമെന്റ് ചർച്ചയിൽ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. There is a businessman called, I want to ask the question, why is he not in jail? The reason he's not in jail is because his name is in the Epstein files. Mr. Rahul, no. I know who introduced him. He's a minister, sir. उसका नाम नहीं लिया जाता. പിന്നെ രാഹുൽ എടുത്തിട്ടായിരുന്നു എപ്സ്റ്റൈൻ ഫയൽസിന്റെ കാര്യമായിരുന്നു. ഇത് പറഞ്ഞ സമയത്ത് നമ്മുടെ ഹർദീപ് പുരിയുടെ അവസ്ഥ, ഹർദീപ് പുരി 4 വട്ടമാണ് എപ്സ്റ്റീനെ കണ്ടത്. അത് എന്തിനാണ് ഏതിനാണ് എന്ന് ചോദിച്ചു. അതുപോലെ അതിൻ്റെ ഇടയിൽ അനിൽ അംബാനിയുടെ കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സ്പീക്കറിന് അങ്ങ് കുരുപൊട്ടി. സ്പീക്കർ പറഞ്ഞു, മിസ്റ്റർ രാഹുൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല, ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക സഭ ഇതിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്, ഇതൊന്നും റെക്കോർഡ് ചെയ്യുന്നതല്ല, കാരണം നമ്മുടെ മന്ത്രിയുടെ പേരും അനിൽ അംബാനിയുടെ പേരും ഒക്കെ ഉണ്ട്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ക്ഷീണം ചെയ്യും, അതുകൊണ്ട് ഇതൊന്നും റെക്കോർഡിക്കലല്ല എന്ന് പറഞ്ഞു. പക്ഷേ ശക്തമായിട്ട് എപ്സ്റ്റീൻ ഫയൽസിന്റെ കാര്യം പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ച് പരാമർശിച്ച് ഇതിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അനിൽ അംബാനി പേരുടെ ഉണ്ടെന്ന് അത് അവകാശപ്പെട്ട സമയത്ത് അപ്പുറത്ത് പൊട്ടനായിട്ടുള്ള റിജ് എഡിറ്റ് ചോദിച്ചു, ഇതിനുള്ള ആധികാരിക എന്താണ്, നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് രാഹുൽ എഴുന്നേറ്റ് നിന്ന് ഇപ്പം തന്നെ വെച്ച് തരാം, അമേരിക്കയുടെ
എന്താ പറയുക എഫ്സ്റ്റീൻ ഫയൽസിന്റെ ഡീറ്റെയിൽ അവരുടെ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ ഇതാ വെക്കാൻ പോകാന്ന് പറഞ്ഞപ്പം നമ്മുടെ ഇയാൾ ഇടപെട്ടു, സ്പീക്കർ വീണ്ടും ഇടപെട്ടു പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, അത് പാർലമെന്ററി കാര്യമന്ത്രി റിജു അല്ലേ ചോദിച്ചത്, ഞാൻ ചോദിക്കുന്നില്ല, ചെയറിലിരിക്കുന്ന ഞാൻ ചോദിക്കുന്നില്ല, അതുകൊണ്ട് ആ വർത്താനം ഇടാണ് ഞാൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ റിജുവിന്റെ വായിൽ അടിച്ചു കൊടുത്തു നമ്മുടെ എന്താ പറയുക രാഹുൽ ഗാന്ധി. കൂട്ടത്തിൽ മൊത്തം പ്രതിപക്ഷ അംഗങ്ങളും അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഭാഗങ്ങളാണ് ഞാൻ വെച്ച് തരുന്നത്, നിങ്ങൾ കണ്ടോ. I would urge honorable leader of opposition, because he is the leader of opposition, all the points he has made have serious repercussion. He must authenticate on all the allegations he has made. I will authenticate right now. I've got it. You have to Because let me authenticate. Kindly. Already you have taken 45 minutes. Kindly. Sir, let me authenticate, sir. But kindly. Sir, he has said to authenticate. I will authenticate right now. That you have to just give in advance, and that you have to. No, sir. I will authenticate right now. I'm authenticating. मैं आपसे नहीं मांग. I will say it and then I will give it. No, Mr. Rahul ji. I will say it now and I will give it. नहीं राहुल जी. I have it here. ये पार्लियामेंट्री अफेयर्स मिनिस्टर ने कहा, चेयर आपसे नहीं मांग रही अभी. So you have asked for authentication now. You have not given it to me. ഇനി ഇതിനൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ പൂരി വന്നിട്ട് അങ്ങനെ തെറ്റിയിരിക്കും കേട്ടോ. ഹർദീപ് പുരിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ഹർദീപ് പുരി വന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എഫ്സ്റ്റീനുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഞാൻ 3-4 വട്ടം കണ്ടിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഞാൻ US അംബാസഡർ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് അവിടുന്ന് റിസൈൻ ചെയ്ത് റിട്ടയർഡായി ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ പീസ് എന്താ പറയുക IPI ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഉള്ള ചില മീറ്റിംഗ് ആയിരുന്നു. ആര് ഈ പെമ്പിള്ളേരെ ചെറിയ കുട്ടികളെ കൂട്ടിക്കൊടുത്ത് രാഷ്ട്രീയ ലാഭം പണവും കൊയ്യുന്ന എഫ്സ്റ്റീനുമായിട്ട്, അല്ലെങ്കിൽ 2012 മുതൽ അലിഗേഷൻ ഉള്ള 2017 അറസ്റ്റഡ് ആയിട്ടുള്ള 2019 ജയിലിൽ വെച്ച് മരിച്ചിട്ടുള്ള എഫ്സ്റ്റീനെ 2017-12 ഇടയിൽ 4 പ്രാവശ്യം കണ്ടു എന്നാണ് ഈ വന്ന പൊട്ടൻ വന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ മനസ്സിലായി ഏതായാലും ഇന്റർനാഷണൽ പീസിന് വേണ്ടിയിട്ട് ഈ ഒരു അലിഗേഷനുള്ള ഇത്രയും പേരെ കൂട്ടിക്കൊടുത്ത് ഇത്രയും വലിയൊരു കാമ ക്രിമിനലിന്റെ കൂടെ ഇന്റർനാഷണൽ പീസ്, അതായത് ലോകോത്തര സമാധാന ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി സംസാരിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ സംസാരം എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇയാൾ ഏത് തരത്തിലുള്ള സമാധാന ചർച്ചയാണ് ചെയ്തത് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഒരു വട്ടമല്ല 4 വട്ടം മീറ്റ് ചെയ്ത് 4 വട്ടം അണ്ണൻ പ്ലക്കിയോ എന്നുള്ളത് അണ്ണനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഏതാണെങ്കിലും അവിടെ പോയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അനിൽ അംബാനി മറ്റൊരു പാലമായിട്ട് നിന്നിരുന്നു. ഇവർ രണ്ടുപേരും കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വിശ്വ ചക്കക്കുരുവിലോട്ട് എത്തിയതും അതിനുശേഷമാണ് ചക്കക്കുരു ഇസ്രായേൽ സന്ദർശിച്ചതും അവിടെ വന്ന് ആടി പാടി ഡാൻസ് കളിച്ചു, ട്രംപിനെ സുഖിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണെങ്കിലും അത് ഒരു സൈഡിലൂടെ നടന്നു എന്നും വ്യക്തമാക്കി തന്നു. അപ്പം നമ്മുടെ ഹർദീപ് സിംഗ് പുരി കണ്ടിട്ടുണ്ട് എന്നുള്ളത് പുള്ളി തന്നെ സമ്മതിച്ചു. പൊട്ടൻ സ്വയം താൻ ഓൾറെഡി വീണ കൊഴിയുന്ന വീണ്ടും തലവെക്കി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ഒരു വാർത്താ സമ്മേളനം നമ്മളൊരു സൈഡിൽ കണ്ടിട്ടുണ്ട്. Who introduced Hardeep Puri, I presume, to Epstein. So I just want to tell you that these facts are all known. They're in the public domain. 3 million emails have been released. All right? In these 3 million emails, I am in New York for 8 years. Okay? We are talking about the period 2009, May, when I joined as India's ambassador to the UN in New York, and when I became a minister in 2017. 8 years ho gaya na? Okay. 9 to, yeah. Then there are references to possibly 3 or 4 meetings in 8 years. And if anybody has seen my website or had done the homework, but I decided to tell the Yuva Necha, Shri Rahul Gandhi ji, because he winked at me and asked me, name an interesting places. So I said, I'll send you a note. And in that note, I told him that after I retired as India's ambassador to the UN, a few months later, I was invited to join the International Peace Institute. The International Peace Institute is an institute which was set up many, many years earlier for the purposes of international peacekeeping by the UN. But I was not part of the IPI per se. And it is as part of a delegation of the IPI or the ICM that I met Mr. Epstein on a few occasions, 3 or maximum 4. And the ICM was dealing with international issues, thematic issues,
And Mr. Epstein was not part of it. അപ്പം പാർലമെന്ററി തന്ത്രങ്ങൾ പിന്നെ രാഹുൽ ഗാന്ധി തുടങ്ങിയത് ഈ പുള്ളിയുടെ സംസാരം തുടങ്ങിയ സമയത്ത് പുള്ളി മാർഷൽ ആർട്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അതായത് ഗ്രിപ്പ് ആൻഡ് ചോക്ക്, അതായത് എങ്ങനെയാണ് നമ്മുടെ പാർലമെന്ററി തന്ത്രങ്ങൾ ഒരു സ്ഥലത്ത് നമ്മൾ മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരാളെ പിടിക്കും, നമ്മുടെ കൈ പിടിയിൽ ഒതുക്കും ഗ്രിപ്പ് ചെയ്യും, പിന്നെ നമ്മൾ ചോക്ക് ചെയ്യും, പിന്നെ നമ്മൾ ആളെ ആക്രമിച്ച് ആളെ ശ്വാസം പൊട്ടിക്കുക ചെയ്യുന്നത്. ഈ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതിന് പകരം അവർ നമ്മളെയാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. मार्शल आर्ट की जो फाउंडेशन होती है स्पीकर सर, वो ग्रिप से शुरू होती है. जब हम शुरुआत करते हैं, हम ओपोनेंट पर ग्रिप लेते हैं, ग्रिप लेने की कोशिश करते हैं. ग्रिप नहीं होती है तो कुछ नहीं होता है. ये तो अच्छी बात कह रहे हैं, लेकिन बोले तो दीजिए इसको अच्छी बात कह रहे हैं. हम उनको सपोर्ट कर रहे हैं. हम उनको सर थोड़ा डिस्टर्ब कर रहे हैं. सर give me some. अरे आप बोलने दीजिए, आप उनको बोलने दीजिए. मैं चेयर पे हूँ, मैंने कहा आप अच्छी बात कह रहे हैं, इसको राष्ट्रपति सर थोड़ा क्रिएटिव फ्रीडम, थोड़ा सा क्रिएटिव फ्रीडम तो दे दीजिए. प्लीज. तो शुरुआत ग्रिप से होती है सर, और लक्ष्य होता है कि ग्रिप के एकदम आने के बाद चोक में जाए, कि पहले ग्रिप ली, दूसरी ग्रिप ली, और फिर एकदम चोक में जाए. चोक में गए और पकड़ लिया, और चोक का फोकस गला होता है. तो हम बजट की बात कर रहे हैं थोड़ा, तो सो फोकस बजट पे ही बात हो रही है. आ रहा हूं. तो अरे राष्ट्रपति के भाषण पे नहीं बोले थे, वो बात भी बोल ले रहे हैं, कोई दिक्कत नहीं. थैंक यू. तो पूरा फोकस ग्रिप पे होता है, ग्रिप से लड़ाई शुरू होती है, और ग्रिप से हम चौक में जाते हैं. सर करते हुए जब आदमी के हाथ में चोक आ जाता है ग्रैपलिंग में, जो ओपोनेंट होता है उसकी आंख में दिख जाता है कि बात समझ आ जाती है कि अब मैंने इसको पकड़ लिया है. और होता क्या है सर, वो रेजिस्ट करता है, पहले 2-3 बार ऐसे रेजिस्ट करता है, और फिर उसको भी पता लग जाता है कि मैं गया, और फिर वो वहां पे बात खत्म हो जाती है, और फिर वो सरेंडर करके ऐसे टैप कर देता है. सर ये सेंटर पीस है सर मार्शल आर्ट्स का. ग्रिप से चोक और चोक से टैप. और ये आप किसी भी एमएमए वाले से पूछ लो, किसी भी जूडो वाले से पूछ लो, काम ग्रिप से शुरू होता है. सर ग्रिप राजनीति में होती है सर, ग्रिप बिजनेस में होती है, पॉलिटिक्स में होती है. सर जुजित्सु में ग्रिप दिखता है, हाथ कहां है, चोक कैसे लग रहा है. सर राजनीति में नहीं दिखती. कहां किसने ग्रिप ले रखी है, चोक कहां लग रहा है, वो दिखता नहीं है सर, छुपा रहता है. तो दैट इज द स्टार्ट. അതായത് സർക്കാർ എങ്ങനെ ബാഹ്യ സമ്മർദ്ദത്തിന് അടിപ്പെട്ടിരിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഈ മാർഷൽ ആർട്സിന്റെ കാര്യങ്ങളെ പറ്റി രാഹുൽ ഗാന്ധി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസാരിച്ചത്. ഇതെല്ലാം കണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ അവസ്ഥ കണ്ട് ഇരിക്കുന്ന, ടാക്സ് നയങ്ങളുടെ അവസ്ഥ കണ്ട് ഇതെല്ലാം കണ്ട് ചിരിക്കുന്ന നിർമ്മലാജിയും അവിടെ ഉണ്ടായിരുന്നു. അതും രാഹുൽ എടുത്തു തന്നെ പറഞ്ഞു, ഇതെല്ലാം കണ്ട് ചിരിച്ചിരിക്കാനേ നിർമ്മലാജിക്ക് പറ്റൂ. കാരണം BJPയുടെ പാർട്ടി ഓഫീസിന് എന്താണ് എഴുതി കൊടുക്കുന്നത് അതാണ് ബഡ്ജറ്റിൽ വന്ന് സംസാരിക്കുന്നത് ആര്, നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മലാജി. അല്ലാണ്ട് ബബ്ബ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എഴുതി കൊടുത്ത് വിടുന്നതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി. പിന്നെ അദാനി വിഷയം, അദാനിക്കെതിരായ കേസിൽ 18 മാസമായിട്ട് ഭാരത സർക്കാരിന് വരുന്ന സമൻസുകൾ കുത്തില്ല, കോമല്ല, സൈനില്ല എന്നും പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. ഏത് നേരവും അയാളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പം അയാളെ താങ്ങാനും കൂടെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ട്രേഡ് ഡീലുകളിലൊക്കെ, അല്ലെങ്കിൽ എപ്സ്റ്റീൻ ഫയൽ പേടിച്ചിട്ട്, അദാനിനെ പേടിച്ചിട്ട് ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ട്രേഡ് ഡീലുകളൊക്കെ പോയി സൈൻ ചെയ്തത് എന്ന് വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ട സമയത്ത് അവിടെ കൂടിയിരുന്ന, അല്ലെങ്കിൽ ആ സഭയിലിരുന്ന ഭരണപക്ഷ MP-മാരുടെയും മന്ത്രിമാരുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഏതാണെങ്കിലും കൊടുക്കാനുള്ളത് വേണ്ട പോലെ എണ്ണി രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു പാർലമെന്ററി സെഷനിൽ.